പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്ഥാനാർത്ഥികൾ ഓരോ വോട്ടും ഉറപ്പാക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. LDFന്റെ സ്ഥാനാർത്ഥി, കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ LDFന്റെ സ്ഥാനാർത്ഥിയായ M മുകേഷ് നമുക്കിപ്പം ചേരുന്നുണ്ട്. മുകേഷ്, ഇനി പരസ്യപ്രചാരണത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ നിമിഷം എത്രത്തോളം പ്രതീക്ഷ? നല്ല ഗംഭീരമായ പ്രതീക്ഷയാണ്. എന്നെക്കാൾ കൂടുതൽ പ്രതീക്ഷ വോട്ടർമാർക്കാണെന്ന് തോന്നുന്നു. ഞാൻ വോട്ടം കൊണ്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കണ്ട, ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചതാണ്. അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസത്തോടെ അവർ പറയുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത്രമാത്രം ഒരു വീർപ്പുമുട്ടലും അത്രമാത്രം ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ നിന്നു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്ര ഒരു ആത്മവിശ്വാസവും അത്ര സുനിശ്ചിതമായിട്ടുള്ള ഒരു നല്ല വിജയം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ പ്രചാരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വികസന പ്രശ്നങ്ങൾ, ഒട്ടനവധി വികസന പ്രശ്നങ്ങൾ ഉയർത്തിയിരുന്നു. ഇത് എത്രത്തോളം ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു? വികസന പ്രശ്നങ്ങൾ ഈ LDF ഉയർത്തി ആണോ? LDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദിവസങ്ങളിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ വന്ന ആ സമയത്ത് തന്നെ പറഞ്ഞു, കൊല്ലം ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നിയോജക മണ്ഡലമായി കഴിഞ്ഞു. ആദ്യമായിട്ട്, അതായത് ഇതിൻ്റെ പ്രചരണം തുടങ്ങുന്ന സമയത്ത് ഒരു മൂന്നാം ദിവസം കണ്ടാണ് അദ്ദേഹം പറഞ്ഞു, ആദ്യമായി LDF തരുന്ന വാഗ്ദാനം, LDF തരുന്ന വികസനം, കൊല്ലം ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ്, കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഒരു മെഡിക്കൽ കോളേജ്. അതാണ് മൂന്നാം ദിവസം അദ്ദേഹം നൽകിയ വാഗ്ദാനം. LDF തരുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ് വാഗ്ദാനമല്ലെന്നുള്ളത് കൊല്ലം നിയോജക മണ്ഡലത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാം. അതിന് അനുസരിച്ചുള്ള ഒരു വനിതാ മന്ത്രി, വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു മന്ത്രി, ഓരോ ഘട്ടങ്ങളിലും ഓരോരോ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടിയും കൊല്ലം നിയോജക മണ്ഡലത്തിനും വേണ്ടിയും ചെയ്യാമെന്ന്, പ്രത്യേകിച്ചും ഇതൊരു ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു നിയോജക മണ്ഡലമായതുകൊണ്ട് അങ്ങനെയുള്ള വാഗ്ദാനങ്ങളും വികസന പ്രവർത്തനങ്ങളുടെ പരിപാടികളും എല്ലാം തന്നെ LDFൻ്റെ വലിയ നേതാക്കന്മാർ എൻ്റെ നിയോജക മണ്ഡലത്തിൽ, കൊല്ലം നിയോജക മണ്ഡലത്തിൽ വന്ന് പറയുന്നുണ്ട്. കൊല്ലം നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സാമുദായിക സമവാക്യങ്ങളാണ് ഇവിടെ വിധി നിർണ്ണയിക്കാറുള്ളത്. ഈ ഘടകം എത്രത്തോളം അനുകൂലമായിട്ടുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? സാമുദായിക മാത്രമല്ല, എല്ലാ ഘടകങ്ങളും ഈ പ്രാവശ്യം എനിക്ക് ഈ ഓരോ ആൾക്കാർ ആ ഫാക്ടർ ഈ ഫാക്ടർ, പക്ഷെ ഞാൻ വരുമ്പം സാധാരണ ജനങ്ങൾ, പാവപ്പെട്ടവർ, തൊഴിൽ മേഖലയിൽ ജീവിക്കുന്നവർ, അവരുടെയൊക്കെ കാര്യങ്ങളൊന്ന് നേരെയാകണം എന്നുള്ളതല്ലാതെ ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയമന്യേ ഇവർ ഒരു കുടുംബാംഗത്തെ പോലെ എന്നോട് പറയുന്ന കാര്യങ്ങൾ, അവരുടെ ജീവിത നിലവാരം വളരെ താഴ്ന്നിരിക്കുകയാണ് കുറച്ച് കാലമായിട്ട്. അതിനെന്തെങ്കിലും ചെയ്യണം, അത് ചെയ്തേ പറ്റൂ, വിജയിച്ചേ പറ്റൂ എന്നാണ് അവർ പറയുന്നത്. അല്ലാതെ എനിക്കൊരു ഫാക്ടർ എന്തെങ്കിലും അങ്ങനെ ഒരു അടിയൊഴുക്കോ കാര്യങ്ങളോ പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഫലത്തിൽ പ്രത്യക്ഷമായിട്ട് കാണുന്നില്ല. തീർച്ചയായും കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ M മുകേഷ് വലിയ വിജയ പ്രതീക്ഷയിലാണ്. അതായത് അദ്ദേഹം പ്രചാരണം ആരംഭിച്ച ആദ്യഘട്ടം മുതൽ തന്നെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ LDF ഇവിടെ ഈ മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഉയർത്തുമെന്നൊരു വിശ്വാസം CPM-നുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.